അപ്പോൾ എന്താ പറയുകയെന്ന് വെച്ചാൽ ഈവൻ ദ സൺ ഡസൻ നോ ദ ടൈം. ഈവൻ ദ സൺ, even the second coming of sun's second coming doesn't know the time, the dates and the calculation and the hour, the time, the mathematic time. The son doesn't know, but the living God, the Father, knows the time. The living God only does know the time. Even Yeshua didn't know the time. The carols altogether time Yeshua also didn't know, but the living God, the Father, knows. And what we say is, നമ്മൾ ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുക ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുമ്പോൾ തളർച്ച മാറട്ടെ, തളർവാദം മാറട്ടെ, ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുക 10 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ് വേദന മാറട്ടെ, ക്ഷീണം മാറട്ടെ, രോഗാവസ്ഥ മാറട്ടെ, പരിഭ്രമിക്കേണ്ട, ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുക. നിങ്ങൾ യേശുവിലുള്ള ജീവനുള്ള ദൈവത്തിൻ്റെ യേശുവിലുള്ള സൗഖ്യത്തിൽ വിശ്വസിക്കുന്നുവോ, ഉയർപ്പിൽ വിശ്വസിക്കുന്നുവോ? നിങ്ങൾ സുഖം പ്രാപിച്ചിരിക്കുന്നു. യേശുവയുടെ പേരിൽ നിങ്ങൾ സുഖം പ്രാപിച്ചിരിക്കണം എന്ന് പറയുമ്പോൾ, എഴുന്നേറ്റ് നടന്നേ എന്ന് പറയുമ്പോൾ അതിനുള്ളത് വരണേ. അല്ലാതെ നിങ്ങൾ ഓരോ മോദീനെ കൊണ്ടൊക്കെ പറഞ്ഞിട്ട് ഒരു മണിയും ഏതോ മരിച്ചുപോയ ബഹദൂറും എരന്ന് കൂട്ടി പറയിപ്പിച്ച് വരും. അങ്ങനെയാണ് തൃശ്ശൂർ പലരുണ്ട്. സുജാത, ഇന്നസെൻറ്റ്, കുഞ്ചുവാര്യർ എല്ലാം ഫേക്ക് പേരുകളാണ്, ശിഖണ്ഡികൾ അരച്ച് നടക്കണവർ. അപ്പോൾ പണ്ടത്തെ ഒള്ളി സാക്രിഫൈസിന് വന്ന പോലെയല്ല ഇത്, പ്യുവർ ഫൈനൽ ജഡ്ജ്മെൻറ്റിനുള്ള ടൈമാണ്. അപ്പോൾ അതിനുള്ള വേർതിരിച്ചറിവും ശരിയാണെങ്കിലും വേർതിരിച്ചറിയുന്നതും എല്ലാം വ്യത്യാസമുണ്ട്. ഒള്ളി സാക്രിഫൈസിൽ പറഞ്ഞതും ഇതുതന്നെയാണ്. നല്ലതും ചീത്തയെക്കുറിച്ചും വിഡ്ഢിത്തവും ശരിയുള്ള വിവരവും തമ്മിലുള്ള വ്യത്യാസം തന്നെ പറഞ്ഞത്. അപ്പോൾ അതിനുള്ള മുൻപേ പറഞ്ഞതിനുള്ള മുന്നോടിയായിട്ട് വന്നതും അതുതന്നെയാണ്. 2000 വർഷം മുമ്പ് എഴുതിയതും 6000 വർഷം മുമ്പ് എഴുതിയതും 600-700 വർഷം മുമ്പ് എഴുതിയതും 2000 വർഷം BC AD തുടങ്ങണ മുമ്പ്. അപ്പോൾ എത്ര പേരുണ്ട്? കുഞ്ചുവാര്യർ, സുജാത, സിംഗേഴ്സ് പലരുമുണ്ട് ഇവിടെ. സംയുക്ത വർമ്മ, മണി, ചത്തുപോയവരെ എഴുന്നുകൊട്ടി വാങ്ങിയവരും പഴഞ്ഞിട്ട് കാര്യം എന്താണ്? അപ്പോൾ അങ്ങനെ പഴഞ്ഞിട്ട് കാര്യമില്ല. പലരുമുണ്ടാവും. ഇന്നസെൻ്റ് ഉണ്ടാവും, കോമഡിയൻസ്, ബഹദൂർ, ഇവിടെ ചത്തുപോയവരെ മോദി പറയിപ്പിച്ച് ഓരോ കണക്ഷൻ വെച്ച് പേരും വേർഡ്സ് കണക്ഷൻ വെച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഉള്ള കാര്യം ഉള്ള പോലെ പറയാം. അല്ലെങ്കിൽ ആ ടൈമിങ് അറിയില്ലെങ്കിൽ അത് പിന്നീട് പറയാം. എല്ലാം ലാസ്റ്റിൽ ശരിയാവുന്നുള്ള പോലെ. ലാസ്റ്റ് ശരിയാവുന്നില്ല, ഉള്ളിയത് അലൈൻ ചെയ്ത് കണക്ട് ചെയ്ത് ഉള്ളിലുള്ളത് ചെയ്യുക. ടൈം അതേപടി വന്നോളും. അതുകൊണ്ടാണ് പറയണേ, ഓട്ടോമാറ്റിക് സബ് കോൺഷ്യസ് മൈൻഡായിട്ട് അലൈൻ ചെയ്ത് പോകുമ്പോൾ, കണക്ട് ചെയ്ത് പോകുമ്പോഴാണ് ഓട്ടോമാറ്റിക് സബ് കോൺഷ്യസ് മൈൻഡ് വെളിയിൽ വരുന്നപ്പോഴാണ് കോൺഷ്യസ് മൈൻഡ് ടൈമായിട്ട് അലൈൻ ചെയ്ത് പോകുമ്പോൾ. ടൈം കോൺഷ്യസ് മൈൻഡിൽ അറിയില്ലെങ്കിലും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ പറയുമ്പോൾ വകതിരിവോടെ ഉള്ള കാര്യം സ്പഷ്ടമായിട്ട് പറയാം. അതിനാണ് കാര്യം. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പലരും നമ്മൾ ദൂരെ നിഴലും മിറാജും കാണുന്നത് അവിടെ തമ്മിൽ ഓരോ വീട്ടിൽ 2 ആൺകുട്ടികൾ 1 ആൺകുട്ടികൾ വീട് പൊളിച്ചിടാൻ പോണ കാര്യങ്ങൾ തമ്മിൽ ഇറയത്തുനിന്ന് സംസാരിക്കുന്ന രീതിയാവും കാണുന്നത്. നമ്മൾ ശരിക്കും അവരുടെ രൂപമോ ഫേസോ ഒന്നും കാണാനില്ല, വെറും ഒരു ഡ്രസ്സോ എന്തോ ജെൻഡറോ എന്തൊക്കെയോ. പക്ഷെ അങ്ങനെയല്ല. ദൂരെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ സംസാരിക്കും ചെയ്യും, ആവശ്യമില്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ അത് നിർവീര്യമാണെങ്കിൽ അത് തൊടേണ്ട കാര്യമില്ല. അപ്പോൾ നിർവീര്യമായതിൽ തുടരുതെന്ന് പറയണ പോലെ. അതുപോലെ പല സ്ഥലത്ത് അമാമ അല്ലെങ്കിൽ ചോട്ടമാമ അപ്പത്തേക്ക് ഇതൊരു അതൊന്നും ചെയ്യാതിരുന്നത് ബാപ്റ്റിസത്തിൻ്റെ സമയത്ത് നമുക്ക് റോമൻ കാത്തലിക്സിൻ്റെ തൊട്ട് സമയത്ത് എന്താ പറയണ്ടേ, ഇത് ഈ സ്പീച്ച് പറയണ മുമ്പ് തുടക്കത്തിൽ എന്താ പറയുക, അതൊന്നും നമുക്ക് പറയേണ്ടത് ഇപ്പോൾ എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ അതിനുള്ളത് പോയി. ടൈമിങ് ശരിയാവാൻ വേണ്ടി ചിലർ ചത്തവരും ഏത് കറക്റ്റ് ടൈമിങ്ങിൽ പോയവരും സമയത്തിനാണ് ചാവുന്നത്. ബാക്കിയുള്ളവർ സാധാരണക്കാർ പോലെ കോമണേഴ്സ് പോലെ അസാധാരണ ടൈം കണക്ഷൻ ഇല്ലാണ്ട് ചാവണ പോലെയല്ല. കണക്ഷനായിട്ട് ചാവണത് വ്യത്യാസമുണ്ട്. ഒരു സമയം വന്നതിനെ അനുസരിച്ചുള്ള സമയമനുസരിച്ച് ആ ഘട്ടങ്ങളനുസരിച്ചുള്ള എവിടെയൊക്കെ പോയി അതിനനുസരിച്ചുള്ള സമയമനുസരിച്ചുള്ള മരിക്കലും ചാവലും വ്യത്യാസമുണ്ട്. ആത്മഹത്യയും പോലുമാണെങ്കിലും.
ചിലർ ഫോർമാലിറ്റിയായിട്ട് കുത്തി നിറച്ച് ഡെഡ് ടിഷ്യൂസൊക്കെ പ്രിസർവ് ചെയ്യാൻ അവർക്ക് റിസറക്ഷൻ സംഭവിച്ചേക്കാം. പക്ഷേ ആ സമയത്ത് അങ്ങനെ സമയത്തിന് ഇപ്പോൾ 8th മാർച്ച് കഴിഞ്ഞ് 9th മാർച്ച് ചാവുന്നതൊക്കെ വ്യത്യാസമുണ്ട്. അതിലൊരു ഉള്ളടക്കമുണ്ട്. 9x3 27 എന്ന് പറയുമ്പോൾ അപ്പാപ്പനും നാനിയും കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നുണ്ട് അവിടെ. അപ്പാപ്പൻ മരിച്ച സമയം ഡേറ്റും അവർ പുതുക്കാട് നിന്ന് പണ്ടേ പരിചയമുള്ളവരാണ്. പുതുക്കാട് നിന്ന് വടുക്കരയ്ക്ക് കല്യാണം കഴിച്ചു കൊടുക്കുമ്പോഴും വടുക്കരയിലൊന്നും വീട് അധികം ഇല്ല. പുതുക്കാടിലേക്കുള്ള കണക്ഷനാണ് വരുന്നത്. പിന്നെ വെണ്ടൂരുള്ള മാമയായിട്ടുള്ള അപ്പാപ്പൻ്റെ കണക്ഷനും വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ 27 വയസ്സിൽ ഛത്തീസ്ഗഡിൽ പോകുമ്പോഴും ആ ഹോസ്പിറ്റലിൽ ഞാനീ മരിക്കുന്നതൊക്കെ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെയാണ് അമ്മാമ അന്ന് നമുക്ക് എന്തെങ്കിലും ചെറിയ 11 വയസ്സിലൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇംഗ്ലീഷും വലിയ രീതിയിൽ അറിയാണ്ട് സമയാനുസൃതമില്ലാണ്ട് ഒന്നും അങ്ങനെ എഴുന്നേൽക്ക് ചെയ്യണ തീർത്ത സ്തുതിക്കുക എന്തെങ്കിലും പറഞ്ഞാലും എന്തെങ്കിലും അന്ന് ഒരു 11 വയസ്സിൽ ചെയ്യേണ്ട കാര്യമൊന്നുമല്ല അത്. എഴുന്നേൽക്ക് സമയത്തിന് മരിച്ച സ്വത്ത് ശരി, എഴുന്നേൽക്ക് ജീവന തീർത്ത സ്തുതിക്കുക, ഇന്ന് സ്വർഗത്തിൽ മാമ എഴുന്നേൽക്കും എന്നൊക്കെ പറയണത് അതങ്ങനെ അന്ന് 11 വയസ്സിൽ അന്ന് അങ്ങനത്തെ വാക്കുകൾ പറയാൻ അറിയില്ലെങ്കിൽ മരിച്ച വീട്ടിൽ ചിരിക്കരുത് പറഞ്ഞ് അങ്ങനെ പറയണതിന് നമുക്ക് അങ്ങനെ ഒരു ആ സമയത്ത് അങ്ങനെ വരണില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വരാത്തത്. പറയിപ്പിക്കണമില്ല, പറയിപ്പിച്ചിട്ട് കാര്യമില്ല. പറയിപ്പിക്കാണ്ട് ചെയ്യണതിലാണ് കാര്യം. സ്വന്തമായിട്ട് തോന്നിയിട്ട് ചെയ്യണം. അപ്പോൾ അതിലെന്ത് നടന്നാലും നടന്നില്ലെങ്കിലും ജീവിതത്തെ സ്തുതിക്കുക, ആരും പരിഭ്രമിക്കേണ്ട, എഴുന്നേൽക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇന്ന് സ്വർഗത്തിൽ എഴുന്നേൽക്കുമെന്ന് പറഞ്ഞാലും ബുദ്ധി ഉദിച്ച് നെഞ്ചിട്ട് പൊതിച്ച് ബ്ലഡ് പൂളിങ് ആയിട്ടുള്ളൂ. അത് വന്ന് ബ്ലഡ് ഫ്ലോ ആയിട്ട് എഴുന്നേറ്റാലും പിന്നെ പാപം മരിച്ചില്ലെങ്കിലും അതായത് ആരും അത് കൊട്ടി ഘോഷിച്ച് ഞാനോ ആരോ അത് കൊട്ടി ഘോഷിച്ച് എങ്ങനെയോ എഴുന്നേറ്റ് റോസ്റ്റ് എഴുന്നേറ്റ് അത്രേ പറയുള്ളൂ മരിച്ചു കഴിച്ചാൽ. അങ്ങനെ ഈ സാധാരണ വിലയില്ലാണ്ട് നക്കപ്പിച്ച് സാലറിക്ക് ചെയ്യണ റോമൻ കാത്തലിക്സും സാധാ രീതിയിൽ വിലയില്ലാണ്ട് വിഗ്രഹാരം ചെയ്യുന്നതൊക്കെ തുടരും. ആരും ഞാനോ അവരോ കൊട്ടിഘോഷിച്ച് നടക്കാൻ പോലും മൈക്കിൾ ഇങ്ങനെയാണ് ഉണ്ടായത് ഇങ്ങനെ പറഞ്ഞതൊന്നും ഈ ലാംഗ്വേജ് അന്നില്ല. അപ്പോൾ അന്ന് ലാംഗ്വേജ് ഉപയോഗിക്കണ രീതി കണ്ട് കേട്ട് മനസ്സിലാക്കി എക്സ്പീരിയൻസ് ചെയ്ത് വരുന്നതും ഓരോ സ്ഥലത്തും അത് വളരെ വ്യത്യാസമുണ്ട് ഓരോ സ്ഥലത്ത് പോകുന്നതും. അപ്പോൾ ഓരോരോ സമയത്തിനും ഓരോ ഏജിനും ഓരോ കാൽക്കുലേഷനും ഓരോ മാത്തും ഓരോ ഡേറ്റും സമയത്തിനൊക്കെ ഓരോരോ അർത്ഥവും സമയ വ്യത്യാസമുണ്ട്. അതിനൊരു ഔചിത്യമുണ്ട്. അപ്പോൾ അതിൽ ആരും കൊട്ടിക്കൊഴിച്ച് നടക്കാൻ പോലുള്ള മൈക്കിൽ ഇങ്ങനെയാണ് ഉണ്ടായത് ഇങ്ങനെയാണ് ചെയ്തത് ഇങ്ങനെയാണെന്ന് ആരും പറയാനും പോലുള്ള വേറെ ഒന്നും നടന്നില്ലെങ്കിലും സെക്യൂരിറ്റി നഴ്സിംഗ് ജോബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബാഡ്ലി മോട്ടിവേറ്റ് സ്ഥലത്ത് പോവുകയും ചെയ്യും. നല്ല രീതിയിൽ എന്തുണ്ടായാലും നടന്നാലും സാധാ രീതിയിൽ സമയമനുസരിച്ച് എന്തുണ്ടായാൽ അതനുസരിച്ച് നടന്ന പോലെ അന്നത്തെ പോലെ തന്നെ ഇപ്പോഴും പറയുള്ളൂ. സാധാ പോലെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കണം. ആ തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കണം. അതിൻ്റെ ഒരു ഓർഡർ ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഗോവയിൽ ഞാൻ പറഞ്ഞില്ല ബീച്ചിലുണ്ട് ബെനോളി ബീച്ചിൽ നമ്മൾ അരികത്തോടെ നടന്ന് ഒരു മല പോലത്തെ റോക്കി ഏരിയയുടെ ബെനോളി ബീച്ചിൻ്റെ മുകളിൽ ഒരു തെങ്ങിൻ തോപ്പ് പോലെ ഉണ്ട് കോക്കനട്ട് ട്രീസ്. അവിടെ റിങ്ങ റോസസ് കളിച്ച് വേറെ കുടിയിൽ പോലെ കുറച്ച് വീതിയുള്ള വൈഡ് സ്ഥലത്ത് വഞ്ചിയിൽ 2 നേക്കഡ് ആൾക്കാർ കിടക്കുന്നത് കാണുന്നതും അതുപോലെ ഫുഡ് ഷെയർ ചെയ്യാൻ പറ്റാത്തതും സെമിപ്പം എന്താണെങ്കിലും അതുപോലെ അത് കഴിഞ്ഞ് നമ്മൾ പാർട്ടിക്ക് പോകുമ്പോൾ ഭക്ഷണം കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇരുട്ട് പിടിച്ച സ്ഥലത്ത് ന്യൂ ഇയറിൻ്റെ റോഷനൊക്കെ വന്ന് ജോർജ് ഗൾഫിൽ നിന്ന് വരുമ്പോൾ പക്ഷേ അവിടെ വട്ടം കറങ്ങി ഇരുട്ടത്ത് ഭക്ഷണം ബുഫേന്ന് നിന്ന് എടുക്കണം. ഏത് ഭക്ഷണം എടുക്കണമെന്ന് അറിയില്ല. അതിൻ്റെ ബാക്കി വയ്ക്കേണ്ടി വരും. ബാക്കി കഴിക്കാൻ പറ്റാണ്ട് നല്ല ഭക്ഷണമൊക്കെ ആയിരിക്കും. ടേബിളിൻ്റെ അരികത്ത് വെച്ചിട്ട് ഡാൻസ് കളിക്കാൻ നിർബന്ധിച്ചിട്ട് കാര്യമില്ല. ഒരു കാര്യം കഴിച്ചു കഴിഞ്ഞിട്ട് അത് ചെറുപ്പത്തിൽ അങ്ങനെ പിന്നെ പെട്ടെന്ന് പോരേണ്ട കാര്യമില്ല. അവിടെ അലിഞ്ഞ് ചേരണതിലാണ് അർത്ഥം. അതിൽ ഉൾച്ചേർന്ന് കാര്യങ്ങൾ ചെയ്യുന്ന അർത്ഥം. പറയിപ്പിക്കാണ്ട് ചെയ്യണതിൽ അർത്ഥം. പറയിപ്പിച്ചിട്ട് പറഞ്ഞിട്ട് എന്ത് കാര്യം? അപ്പോൾ ഭക്ഷണം കഴിക്കാൻ അകത്ത് കയറിയില്ല. രാത്രി പട്ടിണി കിടക്കണ പോലെ. പിന്നെ ഞാൻ അതിനെ കുറിച്ച് പറയാൻ പോയില്ല. രാത്രി ഇരുട്ടത്ത് അവരുടെ ഡാൻസ് കളിക്കാന്നല്ലാണ്ട് പിന്നെ ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ എല്ലാവരും കൂടി അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോരാണ്ടായത്. അപ്പോൾ ഭക്ഷണം എടുത്തത് ഒരു ടേബിളിൻ്റെ അരികത്ത് കൊണ്ടുവച്ചിട്ട് അല്ലെങ്കിൽ ആ വേസ്റ്റിൽ കളഞ്ഞിട്ട്. അപ്പോൾ ഇരുട്ടത്ത് ഡാൻസ് കളിക്കണവർ അവിടെ ക്രൈം റേറ്റ് കുറവാണ്. അവർക്ക് എന്തും ചെയ്യാം. നമുക്ക് പാർട്ടി ലൈഫും പല വെസ്റ്റേൺ ടൈപ്പുള്ള കൾച്ചറും ഒരു ക്രൈം പ്രോൺ ഏരിയ അല്ല ഗോവ എന്ന് പറയുന്നത്. അപ്പോൾ അതിലിങ്ങനെ കുറേ ക്രിസ്മസ് ട്രീ പൈൻ ട്രീസ് നമ്മൾ 4 ഫ്ലാറ്റിനടുത്ത് ഇലകൾ പൈൻ നീളമുള്ള അത് എൻ്റെ ട്രീസിൻ്റെ
വൈറ്റ് പെയിൻ്റ് അടിച്ച് അനിയത്തിപ്രാവിൽ തനിച്ച് പാടിയ പാട്ടുകളെല്ലാം അതിൽ കാണിക്കണ പോലെ ട്രീസ് എല്ലാം കൊഴിഞ്ഞതിന് പെയിൻ്റ് അടിച്ച് അതുപോലത്തെ കോട്ടൺ വെച്ചിട്ടുള്ള അലങ്കാരം വെച്ചിട്ടുള്ള അതിൻ്റെ അടുത്ത് ബിരിയാണി കഴിക്കണ ഗുജറാത്തിലെ റോട്ടി. ഞാൻ ഗോവ എന്ന് പറഞ്ഞ പ്രത്യേക സ്ഥലമാണ്, ആയതുകൊണ്ട് തന്നെയാണ് അവിടെ ഞാൻ ഹിന്ദി പറഞ്ഞ് ശീലിച്ചിട്ടുള്ളത്. അപ്പോൾ ഇംഗ്ലീഷും അങ്ങനത്തെ രീതിയിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇപ്പോഴും ഷിജിനും പക്രുവും ഓരോ ആദിവാസി അതും കാണാത്ത പക്രും ഷിജിനും ഒക്കെ എന്ന് പറഞ്ഞ് നടന്നിട്ട് ഗുഡ് കഴിച്ച് നടക്കണം. അവർ പറഞ്ഞതാണ് അവർ വേറെ ഡ്രഗ് അടിച്ച് പിടിച്ച് പാലിസ് അവരുടെ കൂടെ നടക്കും. പരീക്ഷയിൽ പൊട്ടും. ഇംഗ്ലീഷ് മാത്സ് എക്സാം എഴുതി പൊട്ടി ഗുഡ്കയും കഴിച്ച് പക്രും ഷിജിനും മാമക്കോയ പോലെ ഉണക്ക പഠിച്ച ഉറക്കം തൂങ്ങിയ മോന്ത കണ്ടാൽ തിരിച്ചറിയണം. വിടർന്ന മോന്ത ജമ്മ ഹർഷ ഹരിച്ച് എങ്ങനെയാണ് ചെയ്യണത്, എന്താ പറയണത്, അവർക്കിത് പറയേണ്ട കാര്യമില്ല. പഴകിയവരെ ഇപ്പോൾ കണ്ടില്ല, താഴെ വരണം തടിച്ച് വീർത്ത് ഉണ്ട തലേനായിട്ട് ഇത് കളി കണ്ടാൽ തോന്നും. ചന്തി കൊലിക്ക് നടന്നിട്ട് ഉയരം കുറഞ്ഞിട്ട് 5 അടി 6 ഇഞ്ചുണ്ട്. ഈ പഴകിയവരെ അനുകരിച്ച് ഇപ്പോഴത്തെ പുതിയതായിട്ട് ബന്ധമില്ലാത്തവർ ഏതോ പഴകിയവർ ഇപ്പോഴായിട്ട് ബന്ധമില്ല. അവർ 68, 75, 65, 70, 75, 80, 85 വയസ്സായാലും 90 വയസ്സായാലും അവർക്ക് ശരിക്കുള്ള കാര്യത്തിൽ ബോധ്യം ഉണ്ടെങ്കിൽ എപ്പോഴും മാറിയാനെ. പക്ഷേ അല്ല, ഈ വിഡിത്തം തന്നെ തിന്ന് കുടിച്ച് ലക്ക് കെട്ട് തമ്മിൽ കൊല്ലിച്ച് അട്ടഹസിച്ച് തമ്മിൽ കൊല്ലിച്ച് നിർവീര്യമായത് അർത്ഥമില്ലാതെ ജീവിക്കുന്നതാണ് ശരി എന്നുള്ളത് കാണിക്കുന്നതിൽ അർത്ഥമില്ല. അതുപോലെ പറയിപ്പിക്കാണ്ട് ഇവിടെ ആരും എന്നോട് പറയിപ്പിക്കാനില്ല, മനസ്സിലാക്കാം. നിങ്ങൾ വേറെ വിഡ്ഢികളെ സ്വപ്നം കണ്ടിട്ട് ഇവിടെ കാര്യമില്ല. ഇത് ഉള്ളിൽ നിന്ന് സ്വന്തമായിട്ട് പറയണത് വ്യത്യാസമുണ്ട്. അതുപോലെ ഫേക്ക് പേരുള്ളവരെയും വിശ്വസിച്ച് നടന്നിട്ട് കാര്യമില്ല. പഴകിയവർക്ക് എന്താ അറിയാം, അസമയത്ത് ഓരോന്നും ചെയ്തിട്ട് കാര്യമില്ല. അസമയത്ത് എന്ന് പറഞ്ഞാൽ സമയാനുസൃതമല്ലാതെ ചെയ്യുന്നത് ബുദ്ധിഹീനരാണ്. ബുദ്ധിഹീനരങ്ങനെ ചെയ്തിട്ട് ദൈവത്തിന് ജീവനുള്ള ദൈവത്തെ സ്തുതിപ്പുണ്ടായാലും അതിൽ കാലക്രമേണ വന്നതിൽ യോജിച്ച് പോകണം. അതിൽ ബുദ്ധിഹീനരെങ്ങനെ ചെയ്യുക, സ്ത്രീകളായാലും പുരുഷന്മാരായാലും ചിടുങ്ങുകളായാലും ശിഖണ്ഡികളായാലും അവർക്ക് സ്വയം പരാജയം വരുത്തണ പോലെ രീതിയിൽ പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം രീതിയിൽ പറഞ്ഞ് സ്വന്തമായി പറയിപ്പിക്കാണ്ട് പറയാം. ആരുമായിട്ട് ഡിസ്കസ് ചെയ്ത് പറയണമെന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കി ആ രീതിയിൽ ഒരു ഉള്ളിലെ വിളി എന്ന് പറഞ്ഞാൽ എന്താ, ഉള്ളിലെ വിളിയല്ല, ഉള്ളിലെ വിളി അനുസരിച്ച് ഉൾപ്രേരണ കൊണ്ട് അതിനനുസരിച്ച് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പറഞ്ഞു സൺ സെക്കൻഡ് കമ്മിങ് ഡസൻ നോ ദ ടൈം ബട്ട് ലിവിങ് ഗോഡ്സ് ടൈമിങ് എവരിത്തിങ് ഹാപ്പൻസ്. ലിവിങ് ഗോഡ് നോസ് ദ ടൈം. അപ്പോൾ അതിനനുസരിച്ച് ഉൾപ്രേരണ വരണം. അത് സബ് കോൺഷ്യസ് മൈൻഡാണെങ്കിലും അത് ഓട്ടോമാറ്റിക് സബ് കോൺഷ്യസ് മൈൻഡാണെങ്കിൽ അത് കോൺഷ്യസിലേക്ക് കൊണ്ടുവരാനുള്ള ഔചിത്യ ബുദ്ധിയാണ് വേണ്ടത്. ആരും പറയിപ്പിക്കാണ്ട് പറയുന്നത്, ടൈമിങ്ങിൽ പറയണത്. ടൈമിങ്ങിൽ ചെയ്യുന്നതും എന്ത് ഉണ്ടായാലും ഇല്ലെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മിറാക്കിൾ എന്തെങ്കിലും ഒരു പ്രത്യേക എന്താ കാലവർത്തന രീതിയിൽ എന്തെങ്കിലും എന്താ പറയാൻ തരംഗം ഉണ്ടായാലും ആ രീതിയിൽ പോകണം. ചേഞ്ച് വന്നാലും ആ രീതിയിൽ വരണം. അപ്പോൾ ശോഷിച്ച വാക്കുകൾ പറയാനുണ്ട്. തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കുക, തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക. തിരിച്ച് ശോഷിച്ച വാക്കുകൾ പറയേണ്ട കാര്യമില്ല. ശോഷിച്ചത് കഴിക്കേണ്ട കാര്യമില്ല. ഉണർവോടെ പറയുക, ഉണർവോടെ ചെയ്യുക, ബോധത്തോടെ ചെയ്യുക. ബോധമില്ലാത്തവർ ചെയ്യുന്നത് വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു കാര്യം പറയണത് നമ്മുടെ ഈ ശക്തി തനിയെ ആരും പറയിപ്പിക്കാണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കുമായിരിക്കും അടുത്തതിലേക്ക് കടക്കാൻ. പക്ഷേ കുറച്ച് സമയം അതിൽ കറക്റ്റ് സമയത്ത് ചെയ്യുന്നതാണ് കറക്റ്റ്. അതുകൊണ്ട് ആര് പറയിപ്പിച്ചു ഇന്ന സമയത്ത് പറയണം ഇതേ ചെയ്യണം അങ്ങനെയല്ല. ഉൾപ്രേരണയോടെ ഉള്ളിലുള്ള വിളി അനുസരിച്ച് അർജൻറ്റ് കോളല്ല പറയണത്, ഉള്ളിലുള്ള വിളി. അതിലൊരു പ്രത്യേകത ഉണ്ട്, അതൊന്ന് മനസ്സിലാക്കി ചെയ്യണത് വ്യത്യാസമുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഗ്ലുട്ടൻ കഴിച്ച് ഓവർ ടൈം ജോലി ചെയ്ത് ഓവർ ഇൻ്റലിജൻസി ചെയ്തിട്ട് ഗ്ലുട്ടോണി അല്ലെങ്കിൽ എന്താ പറയുന്നത് തീറ്റക്കൊതിയൻ സ്വഭാവം കാണിച്ചിട്ടല്ലേ. തീറ്റക്കൊതിയന് എത്ര ഓവർ ടൈം വർക്ക് ചെയ്യാനും തിരിച്ച് പ്രതീക്ഷിച്ച് ഓവർ ടൈം വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ
എത്ര അബ്യൂസീവ് വേർഡ് കഴിച്ചാലും ഓവർ ടൈം വർക്ക് ചെയ്ത് അതിൽ ഭക്ഷണപ്രിയരുണ്ടോ, ഭക്ഷണപ്രിയരായിട്ട് ഗ്ലൂട്ടോണായിട്ട് കാര്യമില്ല, അതിൽ തെറ്റ് പറയാതിരിക്കുക, ചെയ്യേണ്ടത് ഉൾപ്രേരണയോടെ കാലക്രമേണ വന്നതിനനുസരിച്ച് പെർഫെക്ഷൻ അനുസരിച്ച് ചെയ്യുക, ബോധത്തോടെ. പിന്നെ ഒരു കാര്യം ഇവിടെ പറയാണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞു, ഇപ്പം പറഞ്ഞ കുറച്ച് കൂടുതൽ ചേർത്തിയ കാരണം ഞാൻ അത് വിട്ടുപോയി, ഞാൻ നോടി അത് ചേർക്കാം. പിന്നെ പിന്നെ ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് 26, 37 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ, പക്ഷേ ഈ പഴകിയതിനെ അനുകരിക്കണതുകൊണ്ട്, ഫേക്കായതിനെ പറയണ മെറ്റീരിയലിസ്റ്റിക് ഡയലോഗ് അനുകരിക്കണതുകൊണ്ട്, ഉറക്കം തൂങ്ങിയ മോന്തളം അനുകരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ അവർക്കൊരു 65, 68, 70, 75, 80, 85, 90 വയസ്സൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതും പഴകിയത് അനുകരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 26 വയസ്സായിരിക്കും നാവിൽ നിന്ന് വളി വിടണവർക്കും, 23 വയസ്സുള്ളവർക്കും അല്ലെങ്കിൽ 37 വയസ്സുള്ളവർക്കും പഴകിയ മോന്ത ഉള്ളത്. അപ്പോൾ ഞങ്ങൾ പെട്ടതലേക്ക് ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വയസ്സായി? 23 വയസ്സെന്ന് പറയുമ്പോഴും അവരോട് ചോദിക്കേണ്ടി വരാണ്. ചിലപ്പോൾ ചോദിക്കില്ല, നമ്മൾ മനസ്സിലാക്കി 65 വയസ്സ് തോന്നിക്കില്ലോ എന്ന് ചോദിക്കണം. എന്താ വെച്ചാൽ പഴകിയതിനെ അനുകരിച്ച് നടക്കുമ്പോൾ അതിൽ കാര്യമില്ല. പുതിയതിനെ അനുകരിക്കുക, പുതിയതിനെ മനസ്സിലാക്കുക. അന്ന് ആദ്യമേ തൊട്ട് വന്നത് പുതിയ തലത്തിലേക്ക് വരുന്നുണ്ട്. ആദ്യമേ തൊട്ട് വരുന്നത് എന്താണ്? ആൽഫ പുതിയതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും അങ്ങനെയാണ്. ഒമേഗ ആവാൻ പുതിയതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പുതിയതാവാം. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആൽഫ എന്ന് പറഞ്ഞാൽ ആദ്യമേ ഉള്ളത് ലാസ്റ്റ് ഒരു ഒമേഗ ആവാൻ നിൽക്കുമ്പോൾ അത് പഴകിയതൊക്കെ മറന്നിട്ട്, മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങളൊക്കെ മറന്ന്, നശ്വരമായത് മറന്നിട്ട് പുതിയ തലത്തേക്കാണ് എത്തുന്നത്. അപ്പോൾ പഴകിയത് നടുവേ കിടക്കണ പഴകിയതൊക്കെ മറന്ന് പുതിയ തലത്തേക്ക് എത്തുന്ന രീതിയാണ് ഒമേഗ. അതാണ് ലാസ്റ്റ് എപ്പോഴും ബിഗിനിങ്ങും ആവാൻ സാധ്യത ഉണ്ടത്. അതാണ് ആൽഫ ടു ഒമേഗ എന്ന് പറയുന്നത്. പഴകിയത് നടുവേ കിടക്കണ്ടോ അതൊക്കെ മറന്ന് പുതിയ തലത്തേക്ക് എത്താൻ, പുതിയതിനെ മനസ്സിലാക്കാൻ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഏത് വേർഡ്സ് ആണെങ്കിലും ഗഡു, ഡഡു, ബഡു എന്നൊക്കെ പറയുന്നത്, അതൊക്കെ നിങ്ങൾക്ക് അറിയണ കാര്യം തന്നെയാണ് പറയുന്നത്. ഒരു പുതിയ തലത്തേക്ക് എത്തണ രീതി, പഴകിയത് നടുവേ കിടക്കണതൊക്കെ മറന്ന് ആൽഫ എങ്ങനെയാണ്, അന്നത്തെ പുതിയത് എങ്ങനെയാണ് ഒമേഗ വരെ ലാസ്റ്റ് നിൽക്കുന്നത്, അത് എങ്ങനെയാണ് വീണ്ടും പുതിയത് അനുകരിക്കണത്, എങ്ങനെയാണ് വരണമെന്ന് കാണിക്കുന്നത്. സ്ട്രെങ്ത്തിൽ ഉള്ളത് അനുകരിക്കുക, സ്ട്രെങ്ത് ഉള്ളത്, നിർവീര്യമായത് ഇനി തുടരുത്. പിന്നെ എന്ത് ഫ്രണ്ട്ഷിപ്പ് പണ്ട് നിലനിന്നില്ല എന്നെങ്കിലും അതിൽ അബ്യൂസ് കൊണ്ടുവരരുത്. ഒരു രോഗാവസ്ഥയാണെങ്കിലും ജീവനോട് സ്തുതിക്കുകയാണെങ്കിലും അതിൽ അബ്യൂസ് ഇല്ല. ജസ്റ്റ് അതിനെ സ്തുതിക്കുക, അതിനു വേണ്ടി സൗഖ്യത്തിന് വേണ്ടി സ്ട്രെങ്ത്തിൽ സ്തുതിക്കുന്നതും പ്രൈസ് ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും പ്രയേഴ്സും ഒരിക്കലും അബ്യൂസ് ആവില്ല. അതിൽ ഒരു കുറച്ച് സമയമാണെങ്കിലും അപ്പം തൽക്കഷ്ണമാണെങ്കിലും വരേണ്ടത് അപ്പം തന്നെ വരും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും എൻ്റെ തരംഗം നിലനിൽക്കും. എന്തായാലും ആ രീതിയിൽ നടക്കേണ്ട രീതിയിൽ നടക്കും. അപ്പോൾ ഒരു ആഗോള തരത്തിലുള്ള യൂണിവേഴ്സൽ ലവ്, യൂണിവേഴ്സൽ ഫ്രണ്ട്ഷിപ്പിൽ എത്തിക്കുക. പുതിയതിലേക്ക് സ്പിരിച്വൽ ബ്രൈഡും വിവാഹത്തിൻ്റെ ഉടമ്പടിയിലാണ്ട് തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക. യൂണിവേഴ്സൽ ലവ് എന്ന് പറഞ്ഞാൽ എന്താ? തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക, തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കുക, ശോഷിച്ച വാക്കുകൾ ഉപയോഗിക്കാതെ, ശോഷിച്ചത് കഴിക്കാതെ മുന്നേറുക.